അയോധ്യയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമുള്ള മൂന്നാം ദിവസവും വൻ ജനപ്രവാഹമാണ് ക്ഷേത്രത്തിന് അകത്തും പുറത്തും അനുഭവപ്പെടുന്നത്. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നതായി സുരക്ഷാ വൃത്തങ്ങൾ. രാംലല്ല പ്രതിഷ്ഠിതനായി ഇന്നേക്ക് മൂന്നാം നാളെത്തുമ്പോഴും അയോധ്യയിൽ വൻ ഭക്തജന പ്രവാഹം തുടരുകയാണ്. നിലവിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ രാമമന്ത്രങ്ങൾ ഉരുവിട്ട് രാമനെ കാണുന്നതിനായി ക്ഷേത്രനഗരിയിലേക്ക് എത്തുകയാണ്. മാസങ്ങൾക്ക് മുമ്പേ അയോധ്യയിലും ക്ഷേത്ര പരിസരത്തുമായി തമ്പടിച്ചവരാണ് ഭക്തജനങ്ങളിൽ അധികവും. बहुत बढ़िया तरीके से हो रहा है, बहुत अच्छा लग रहा है, दर्शन करने में बहुत आनंद मिल रहा है। भगवान के दर्शन करके इतनी शांति मिली है, इतना सुख मिला है कि सोचो कि स्वर्ग में आ गए हम लोग तो बहुत उत्साहित हैं और हमारा जो ये भारत भूमि है आज धन्य हो गया, जो कि आज हम लोग 500 वर्षों से भगवान श्री राम जी त्रिपाल में रह रहे थे। धन्यवाद देते हैं हम सनातनी बंधुओं को, जैसे कि हमारे देश के यशस्वी प्रधानमंत्री श्री नरेंद्र मोदी जी, हमारे राज्य के यशस्वी मुख्यमंत्री श्री योगी आदित्यनाथ महाराज जी की कि आज रामलला अपने घर में विराजमान हुए हैं. നിലവിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി യു.പി. സർക്കാർ ക്ഷേത്രത്തിലും പരിസരത്തുമായി നിയമിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ട്രാഫിക് പോലീസ്, ഫയർ സർവീസ്, മെഡിക്കൽ സർവീസ് തുടങ്ങിയ ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി. കൂടാതെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും മറ്റ് സുരക്ഷാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും പോലീസ് കൺട്രോൾ റൂം ശക്തമായി പ്രവർത്തിച്ചു വരുന്നു. ഭക്തർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും ഉത്തർപ്രദേശ് പോലീസ് ഡയറക്ടർ ജനറൽ വിജയ് കുമാർ അറിയിച്ചു. അതേസമയം യു.പി. പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് പ്രസാദും ക്രമസമാധാന വകുപ്പ് DGP പ്രശാന്ത് കുമാറും ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി നിലവിലെ സാഹചര്യം നിരീക്ഷിച്ചു. നിലവിലുള്ള ഭക്തജന തിരക്ക് വരും ദിവസങ്ങളിലും തുടരുമെന്ന് DGP കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ജനം.